ബൈക്ക് മാഫിയൊക്കെ അയാളാണ് ഒത്താസം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക പിടിച്ചോടുന്നത്. അപ്പോൾ അയാൾ അമേരിക്കൻ ജയിലിലാണ്. അതും ഒരു പ്രസിഡന്റിനെ കൊടുക്കുന്നത്. സാധാരണ ഒരാളെ കൊടുത്തില്ല. അവിടെ പ്രസിഡന്റിനെ കുറിച്ചിട്ട് അമേരിക്കൻ സൈന്യം പോയി ഇറങ്ങി അത്രക്കും ഓപ്പറേഷൻ ഭയങ്കര സംഭവമായിട്ടാണ് ചെയ്തത്. അവർ പോലും അറിഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങി അയാൾ കുറിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ പിടിച്ചാണ് അമേരിക്കയിൽ എത്തിച്ചാണ്. അമേരിക്ക ജയിലിലാണ് ഇപ്പോൾ അയാൾ. ഇറാനിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അമേരിക്കക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. ഇറാനിന് അവിടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ വെറുതെ അമേരിക്ക ഇടപെടുക. അമേരിക്ക പറഞ്ഞ് അവിടുത്തെ സർക്കാരിന് താഴെ ഇറക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ മതി ഇതാക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ പ്രസിഡന്റ് ആയിരിക്കണം. നേതാക്കന്മാര് ശരിയില്ലേറ്റാണ്. നേതാക്കന്മാര് അമേരിക്ക എങ്ങനെ വേറെ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കും. അതൊക്കെ ഇപ്പൊ മുമ്പിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് പറയാം. ഞാൻ ഇവിടെ വന്ന് അറസ്റ്റ് എന്തായി ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു രാജ്യം എതിർക്കണില്ല. അവിടെ ഒരു രാജ്യം എതിർക്കണില്ല. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ ഇന്ത്യയൊക്കെ പറഞ്ഞിരിക്കണേ ചെയ്തേ തെറ്റാന്ന്. പക്ഷെ അമേരിക്ക എന്താ പറഞ്ഞു ഇയാളാണ് അമേരിക്കക്ക് മാഫി ഇതൊക്കെ ഒത്താശ ചെയ്യാൻ കള്ളക്കത്ത് ചെയ്യുന്നവർക്ക് കൂട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അയാളെ കുറിച്ച് അറസ്റ്റ് ചെയ്ത് വിചാരണ നേരിടേണ്ടിയിരുന്നു പറഞ്ഞു. അയാൾ ജയിലാണോ അമേരിക്കയിൽ ഏറ്റവും വലിയ ജയിലാണല്ലോ ടൈലാണല്ലേ. അപ്പോൾ അയാൾ അപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ നോക്കാതി ഇത് അവിടെ രാജ്യത്തേക്കുള്ള ഒരു കുഴപ്പമില്ല. അവർ അമേരിക്കനായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ അതേ അവസ്ഥയാണ് ഇറാനായിട്ട്. പക്ഷേ ഇറാനായിട്ട് കാര്യം ഇറാൻ പറഞ്ഞതാ ഇറാനിൽ പ്രക്ഷോഭം നടത്തണം. കുറേ ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക എന്താ പറഞ്ഞത് അവിടെ ഇനി കുറേ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടുന്നവർ ഇസ്രായേലും അമേരിക്ക ഇടപെടുന്നു ഇറാനെ തീർക്കുന്നവർ. അപ്പോൾ ഇറാൻ വെച്ച് അതേമാതിരി പറഞ്ഞു. ഇറാൻ ഈ വെനസ്വേല പറഞ്ഞ മതി. ഇറാൻ പറഞ്ഞ് അങ്ങോട്ട് അമേരിക്ക ഇടപെട്ട ശക്തമായി തിരിച്ചടിക്കുന്നു. അതേമാതിരി ഞങ്ങൾ തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഇവരൊന്നായി ഇതായി. എപ്പോഴും ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ വിമാനമൊക്കെ റദ്ദായിരിക്കണമല്ല. ഇന്ത്യക്കാരൊക്കെ കുറേ കുടിക്കണം. അവർ ഒഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് വിമാനം റദ്ദായതുകൊണ്ട് എയർ ഇന്ത്യയിലൊക്കെ ബാധിച്ചതാണ്. അപ്പോൾ 3 സ്ഥലത്ത് നിൽച്ചാൽ അപ്പോൾ ഇറാൻ എന്താണ് പ്രശ്നം? ഇറാൻ അടിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഖത്തറിലാണ് അമേരിക്കൻ്റെ താവളമുള്ളത്. അപ്പോൾ അമേരിക്കക്ക് ഇപ്പോൾ ഇറാൻ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യുക ഖത്തറിലുള്ള വരെ താവളത്തിന് അടിക്കാം. അപ്പോൾ ഗൾഫ് മേഖലയൊക്കെ പണി വരും. അതാണ് ഗൾഫ് മേഖലയൊക്കെ പേടിക്കുന്നത്. അവരൊക്കെ പാടെ അമേരിക്കനെ ഇതാക്കിയിട്ട് നിർത്തുക. ആക്രമിക്കാൻ പാടില്ല. ഗൾഫിന് അറിഞ്ഞിട്ട് കാരണം ഗൾഫിൽ പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക ഇറാൻ അടിച്ചില്ലേ ഒരു വട്ടം. അവർ ഖത്തറിലാണല്ലോ അടിച്ചത്. അവർക്ക് അവിടെ എത്തുള്ള താവളം ഖത്തറിൽ അമേരിക്കൻ്റെ സേനാത്താവളുണ്ട്. വട സേനാത്താവളാണ് ഏറ്റവും വലിയ സേനാത്താവളാണല്ലോ അവിടെ ഖത്തറിൽ. അപ്പോൾ അമേരിക്ക ഗൾഫ് മേഖലയൊക്കെ പേടി. കാരണം അവർ ആണ്ട് തിരിച്ചടിക്കുള്ളൂ. അപ്പോൾ ഖത്തറിൽ കുറേ